നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഈ വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. ഫുള്ളി നമുക്ക് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട്. 4 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഇതിൻ്റെ ഫ്ലോർ പ്ലാനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല മനോഹരമായ കളർ കോമ്പിനേഷൻ, കളർ തീം ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഈ ഒരു മനോഹരമായ വീട് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ സെയിലിന് ഔട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു വീട് 4 സെൻറ്റിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 1900 സ്ക്വയർ ഫീറ്റ് ആണ്, 3 ബെഡ്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്കൊരു വീട് സെയിലിനായിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്കൊരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് എൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എ ഫ്രെയിമും അതുപോലെ തന്നെ കേബിൾ റൂഫും അതുപോലെ 3D എലിവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കടക്കാം. ഫ്രണ്ട് കാണുന്നത് പോലെ തന്നെ ടാർട്ട ഫ്രണ്ടേജ് വരുന്ന റോഡാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ എൻട്രൻസ് നമുക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറെ വീതിയുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളും തന്നെയാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ വണ്ടിയാലും നമുക്ക് വീട്ടിനകത്ത് സുഖമായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഫുള്ളി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടേജാണ്. ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്കിവിടെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 സൈഡും ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ കിണർ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള വിശാലമേറിയ സിറ്റ് ഔട്ട് നമുക്ക് വീടിന് ചെയ്തിട്ടുണ്ട്. 14x6 നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. 2 സ്റ്റെപ്പ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് ഒരു എൻട്രൻസും കാര്യങ്ങളും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് മുഴുവൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെയാണ് സിറ്റ് ഔട്ടിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ പാറ്റേൺ കാര്യങ്ങൾ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കിന് കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഫുള്ളി നമുക്ക് വാസ്തുപ്രകാരം തന്നെയാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. മെയിൻ ഡോർ നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ വീതിയുള്ള ഒരു ഡോറും കാര്യങ്ങളൊക്കെ വീടിന് കൊടുത്തിട്ടുണ്ട്. പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ഈ ഒരു വർക്കെല്ലാം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമ്മൾ പോവുകയാണ്. നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ TV യൂണിറ്റ് ഏരിയ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള TV യൂണിറ്റ് ഏരിയ. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് അടിപൊളിയായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ്. റൈറ്റ് സൈഡിലെ ഭാഗം മുഴുവൻ നമുക്ക് കവേർഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന TV യൂണിറ്റ് ഏരിയയാണ്. നമുക്ക് ഒരു വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയയുടെ ഒരു ഡയമെൻഷനും കാര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. ലിവിങ് ഏരിയ റൈറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു വർക്കും കാര്യങ്ങളും ഈ ഒരു ചുമരിൽ ചെയ്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയ ഡയമെൻഷൻ 16x16 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്ത് ഈ ഒരു വീടിൻ്റെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് മുഴുവനും നമുക്ക് ചെയ്തേക്കുന്ന സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ്. നമുക്ക് സെൻറ്റർ പീസായിട്ട് നമുക്ക് വരുന്നത് ഒരു പാനൽ വർക്ക് വരുന്ന വുഡൻ പാറ്റേൺ വരുന്ന പാനൽ വർക്കും കാര്യങ്ങളും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്ത് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ നല്ല മനോഹരമായ വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ ആദ്യമേ കണ്ടതുപോലെ നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ എല്ലാം കണ്ടിന്യൂ ആയിട്ട് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ട് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ നമുക്ക് 14x15 ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ വീതിയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്
നമുക്കൊരു 12 ചെയറൊക്കെ വരുന്ന ഒരു ടേബിളും ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡൈനിങ് ഏരിയയിലുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഈ ഒരു പാറ്റേൺ വരുന്ന ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. സൈഡിലായിട്ട് ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള നല്ല മനോഹരമായ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു യുണീക്ക് തീമാണ് നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടറിൽ വരുന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമുക്കൊരു ടെയിലിൻ്റെ ആകൃതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ വന്നിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല മനോഹരമായി തീർത്തിട്ടുണ്ട്. പൈപ്പൊക്കെ നമുക്ക് യുണീക്ക് ഡിസൈനായിട്ട് വരുന്ന ഒരു പൈപ്പും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് സ്മാർട്ട് മിററും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വരുമ്പോഴത്തേക്കും പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഇത് വന്നേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. നല്ല മനോഹരമായൊരു എൻട്രൻസ് പാർട്ടീഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിൻ്റെ എൻട്രൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലൊരു കിച്ചണാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ആ പാർട്ടീഷൻ്റെ ഭാഗത്ത് നമുക്ക് ഇൻഡോർ ഡെക്കോർ പ്ലാന്റ്സും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി ലൈറ്റ് വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ നേരെ കയറുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു കിച്ചൺ നമുക്കിവിടെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കിച്ചണിൻ്റെ ഡയമെൻഷൻ നമുക്ക് 12x12 കിച്ചണിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മനോഹരമായ ഒരു കളർ തീമും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. തൊട്ട് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ചിമ്മിനിയും കാര്യങ്ങളെല്ലാം ഓൾറെഡി നമുക്കിവിടെ ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ വന്നേക്കുന്നതും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല നീളത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. ഒരു കവേർഡായിട്ട് വരുന്ന ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. എക്സ്റ്റൻഡ് ആയിട്ട് ചെയ്ത് ഒരു കവറായിട്ട് ചെയ്തിരിക്കുന്ന ഇതെല്ലാം നമ്മൾ കവേർഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ്. തൊട്ട് പുറത്താണ് നമുക്കിവിടെ കിണറിൻ്റെ ഒരു സ്ഥാനം വരുന്നത്. തൊട്ട് ബാക്ക് സൈഡിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള ഔട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും സിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെയാണ് നമുക്ക് തുണി നനയ്ക്കാനുള്ള സ്പേസും ഒരു തുണി നനക്കല്ലും ഒരു പൈപ്പിൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതും. ഇവിടെ നമുക്ക് കവേർഡായിട്ടുള്ള ഒരു ഏരിയയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ഫ്ലോർ പ്ലാനായി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമേറിയ വീതിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. ഈ ഒരു ടെക്സ്ചർ വർക്ക് വരുന്ന ഹോളാർട്ടും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഇതിലുള്ള അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. 12x14 നമുക്ക് റൂമിൻ്റെ ഡൈമെൻഷൻ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ഒരു വാൾ റൂംസ് ഓൾറെഡി നമുക്കിവിടെ ഇൻബിൽഡ് ആണ്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഏരിയ വന്നേക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് പ്രീമിയം രീതിയിലുള്ള ഫ്ലോറൽ ടൈൽസും കാര്യങ്ങളും നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നേക്കുന്നത്. നമുക്കിൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ ഹാൻഡിൽസാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻറ്റഡ് ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള
ഒരു ലൈറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് നല്ല മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെറിയൊരു ഫർഗോള മോഡലാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. അവിടെ ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് അടിപൊളിയാക്കി തീർത്തിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയയാണ്. സ്റ്റെയർ ഏരിയ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല വിശാലമേറിയ ഒരു ലീവിങ് ഏരിയ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ലീവിങ് ഏരിയ എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായ TVയും കാര്യങ്ങളൊക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തൊട്ട് സൈഡിലായിട്ടും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കവേർഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തേക്കുന്നത് ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 18x18 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാളിൽ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു മെയിൻ ഹാളും കാര്യങ്ങളാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമും മെയിൻ ഹാളും അതുപോലെ തന്നെ ഒരു ബാൽക്കണിയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ഏരിയ നമ്മൾ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻസ് ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്കൊന്ന് പോവാം. ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു റാക്കും കാര്യങ്ങളൊക്കെ വുഡൻ വർക്കിൽ തന്നെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഒരു ബുക്സും അല്ലെങ്കിൽ ഇൻഡോർ ഡെക്കോർ സാധനങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് അവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 11x12 ഡയമെൻഷനാണ് ഈ ഒരു റൂമിന് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഒരു വാൾ റൂംസ് ഓൾറെഡി ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറൽ പ്രിന്റും കാര്യങ്ങൾ വരുന്ന ടൈൽസും കാര്യങ്ങളും ചുമരിൽ ചെയ്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് വന്നേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം. ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റൂം തന്നെയാണ്. 14x16 നമുക്ക് റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്ന നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് നമുക്ക് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് കൊടുത്ത അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വാൾ റൂംസ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വാൾ റൂംസ് ചെയ്തേക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. നമുക്ക് ചുമരിനകത്ത് തന്നെ വരുന്ന ഒരു ഏരിയയാണ്. ഒരു കബോർഡാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബാത്റൂമും നമുക്ക് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമ്മൾ ചുമരിലെല്ലാം ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. 10x11 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ്. ഈ ഒരു റൂമിൽ നമുക്ക് വാൾ റൂംസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വന്നേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു പാറ്റേണിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തത്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഇതും നമുക്കിവിടെ ഈ ഒരു ബാത്റൂമിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ മെയിൻ ബാൽക്കണി നമുക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമുക്ക് മുകളിലോട്ട് എൻട്രൻസ് പോകാനുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും.
ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ബാക്കി ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്കാണ് നമുക്ക് വന്നേക്കുന്നത്. ഒരു ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. 14x7 നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഇത് നോക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ളും നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ലാവിൻ തടിയിലാണ് നമുക്ക് ഇതിൻ്റെ വുഡ് വർക്കും കാര്യങ്ങളെല്ലാം, ജനലിൻ്റെ വുഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വീടിൻ്റെ നമുക്ക് 4 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 80 ലക്ഷമാണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപമാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 80 ലക്ഷമാണ്, 80 ലാക്സ് ആണ്. അപ്പോൾ വീടിൻ്റെ നമുക്ക് ഈ പ്രൈസ് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും.